പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEW എന്ന കമ്പനിയുടെ ടോപ്പ് റെസ്ലറായ കെന്നി ഒമേഗ തിരികെ വരാൻ പോകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. AEW ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷപ്പെടുത്തുന്ന ഒരു ന്യൂസ് ആണെങ്കിൽ പോലും AEWൻ്റെ ഭാഗത്ത് നിന്നല്ല നമുക്കിത് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഒരു വീഡിയോയിലാണ് കെന്നി ഒമേഗയും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ നിലവിലെ പ്രസിഡന്റും അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലറുമായ ഹിരോഷി ടനഹാഷിയും തമ്മിൽ റീയൂണിയൻ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ജനുവരി 5-ാം തീയതി ജപ്പാനിൽ വെച്ച് നടക്കാൻ പോകുന്ന റെസിൽ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഇവന്റിലാണ് ഹിരോഷി ടനഹാഷിയും കെന്നി ഒമേഗയും റീയൂണിയൻ നടത്താൻ പോകുന്നത് എന്ന് ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു മാച്ചിന് വേണ്ടിയിട്ടാണോ ജസ്റ്റ് അപ്പിയറൻസ് ആണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ കെന്നി ഒമേഗ ഈ AEWയും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗും കൂടി ഒരുമിച്ച് നടത്തുന്ന റെസിൽ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കെന്നി ഒമേഗ ഇപ്പോൾ ഇഞ്ചുറി മൂലം കുറച്ചധികം നാളുകളായിട്ട് മാറി നിൽക്കുകയാണ്. കെന്നി ഒമേഗയുടെ ഈ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് വന്നത് കെന്നി ഒമേഗ റിങ്ങിലേക്ക് തിരികെ വരുന്നതിൻ്റെ സൂചന ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ചില റൂമേഴ്സും പുറത്തേക്ക് വിടുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത വർഷത്തെ സമ്മർ സ്ലാമിനെ സംബന്ധിച്ചാണ്. നിലവിൽ WWE പുറത്തേക്ക് വിട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം അടുത്ത വർഷത്തെ സമ്മർ സ്ലാം 2 ദിവസത്തെ സമ്മർ സ്ലാം ആയിരിക്കുമെന്നും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 ദിവസത്തെ സമ്മർ സ്ലാം അടുത്ത വർഷത്തോടു കൂടി ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ബിഗിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ചില പോസിറ്റീവ് നോട്ട്സ് ആണ്. ബിഗി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പങ്കുവെക്കുന്നത് ബിഗിയുടെ കഴുത്തിന്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്. അതായത് ഇഞ്ചുറിയിൽ നിന്ന് തനിക്ക് മുക്തമാകാൻ സാധിച്ചാൽ താൻ റിങ്ങിലേക്ക് വരാൻ ഒരുങ്ങും എന്നുള്ളതാണ് ബിഗി പങ്കുവെക്കുന്നത്. തനിക്ക് ഇനി ഒരു 3 തൊട്ട് 6 മാസത്തിനുള്ളിൽ പലതരത്തിലുള്ള സ്കാനുകളും ഈ കഴുത്തിനോട് അനുബന്ധിച്ച് എടുക്കാനുണ്ട്. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഡോക്ടേഴ്സ് പങ്കുവെക്കുന്നത് എന്നുണ്ടെങ്കിൽ തനിക്ക് റിങ്ങിലേക്ക് കയറാൻ സാധിക്കുമെന്ന് അവർ ഒരു വാക്ക് പറഞ്ഞാൽ താൻ റിങ്ങിലേക്ക് കയറാൻ തയ്യാറാണ് എന്നുള്ളതാണ് ബിഗി പങ്കുവെക്കുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കുന്നില്ല എന്നുള്ളതും വരുന്നത് വഴിയിൽ കാണാമെന്നുള്ളൊരു രീതിയിലാണ് താനിപ്പോൾ കാര്യങ്ങളെ എടുക്കുന്നത് എന്നുള്ളതും ബിഗി പറയുന്നുണ്ട്. എന്തായാലും തനിക്ക് റിങ്ങിലേക്ക് കയറാൻ ഒരു ചാൻസ് കിട്ടിയാൽ താൻ അത് ഒരിക്കലും മിസ്സാക്കില്ല എന്നുള്ളതും ഫുൾ ആ ഒരു ലെവലോട് കൂടിയിട്ട് തന്നെ താൻ റിങ്ങിലേക്ക് കയറും എന്നുള്ളതും ബിഗി പറയുന്നുണ്ട്. പക്ഷേ ഇഞ്ചുറി പൂർണ്ണമായി മാറിയാൽ മാത്രമേ താൻ തിരികെ വരുള്ളൂ എന്നുള്ളതും ബിഗി പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ബിഗി തിരികെ വരാൻ സാധിക്കില്ല, തൻ്റെ ഇഞ്ചുറി മാറിയാലും തനിക്ക് തിരികെ വരാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ തൻ്റെ ഇഞ്ചുറി മാറാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ താൻ റിങ്ങിലേക്ക് വരാൻ ഒരുക്കമാണെന്നും WWE വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതും ബിഗി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ളത് മറ്റൊരു സൂപ്പർ താരമായ AJ സ്റ്റൈൽസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ 2025 തുടക്കത്തോടു കൂടി AJ സ്റ്റൈൽസും WWEയും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റസൽ വേർഡ്സ് പുറത്തേക്ക് വിടുന്ന ജസ്റ്റ് ഒരു അഭിപ്രായം AJ സ്റ്റൈൽസിൻ്റെ കരിയർ ഏകദേശം അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ AJ സ്റ്റൈൽസ് സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമാണെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ സ്റ്റോറി ലൈനുകൾ ഇല്ല. അദ്ദേഹത്തെ നമ്മൾ TV-യിൽ കണ്ടിട്ട് കുറച്ചധികം നാളുകളായി. അപ്പോൾ AJ സ്റ്റൈൽസിന് ഇനി ഭാവിയിൽ എന്ത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. AJ സ്റ്റൈൽസിന് ഒരു വേൾഡ് ടൈറ്റിൽ റണ്ണും കൂടി കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നുണ്ടെങ്കിലും ഇനിയും വേൾഡ് ടൈറ്റിൽ റണ്ണ് കൃത്യമായി കിട്ടാത്ത ഒട്ടനവധി സ്റ്റാർസ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ വെറ്ററൻ റെസ്ലറായ AJ സ്റ്റൈൽസിന് ഇനിയൊരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് കിട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും AJ സ്റ്റൈൽസിൻ്റെ കരിയർ എന്ന് പറയുന്നത് TNA റെസ്ലിംഗിലും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലും WWE കൂടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറിംഗ് ഒരു ലെവൽ ലഭിച്ച ഒരു റെസ്ലർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ചാമ്പ്യൻഷിപ്പ് കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ AJ സ്റ്റൈൽസിൻ്റെ ചില മത്സരങ്ങൾ കൂടി ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അത് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് CM പങ്കിനെതിരെയുള്ള AJ സ്റ്റൈൽസിൻ്റെ സ്റ്റോറിയൊക്കെ കാണാൻ താല്പര്യമുണ്ട്. എന്തായാലും AJ സ്റ്റൈൽസിൻ്റെ കരിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.